പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 2-ലെ 5-ാമത്തെ യൂണിറ്റിലെ ചോദ്യം എന്ന പാഠമാണ്. ഈ പാഠത്തിൽ ഉറുമ്പിൻ്റെ ചില ചോദ്യങ്ങളും ഓരോ ജീവികളും അതിന് നൽകുന്ന മറുപടിയുമാണുള്ളത്. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടിച്ചാടി? ചാടിച്ചാടിയല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ? പറന്നല്ലാതെ നീന്തിപ്പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ? ഇഴഞ്ഞിഴഞ്ഞെങ്ങോട്ടാ രാവിലെ തന്നെ? ഈ പാവങ്ങളും ജീവിച്ചു പൊയ്ക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം. ഹാവൂ, ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലോ. കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. NT രാജീവ്, ആനക്കാര്യം എൻ്റെ കാര്യവും. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? ആനപ്പുറത്തിരിക്കുന്ന ഉറുമ്പിന് അല്പ അഹങ്കാരമുണ്ട്. താഴെ സഞ്ചരിക്കുന്നവരെ അവൻ കളിയാക്കുന്നു. നാം എത്ര ഉയരത്തിലെത്തിയാലും വിനയമുള്ളവരായിരിക്കണം. സമഭാവനയോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ. തവളക്കുഞ്ഞ്, നമുക്കൊരു യാത്ര പോയാലോ? പിന്നെന്താ, ഞാൻ കൂട്ടുകാരില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മൂങ്ങാച്ചേട്ടാ, വരൂ, നമുക്കൊരുമിച്ച് കളിക്കാം. ഞാനൊരു യാത്ര പോവുകയാ. വരുന്നുണ്ടോ ഞങ്ങളോടൊപ്പം? അയ്യോ, എനിക്ക് പേടിയാ. ഇന്ന് എന്ത് രസമായിരുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാ സന്തോഷം.